ശബരിമലയിൽ ഇ ഡി എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഇ ഡി എത്തിയതോടുകൂടി തന്നെ വലിയ സഖാക്കൾക്കൊക്കെ ഒരു വിറയൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. അധികം വൈകാതെ ദൈവത്തെ പോലെ കാണുന്നവരെന്നാണല്ലോ പറഞ്ഞത് പത്മകുമാരടക്കമുള്ളവർ. അത്തരത്തിലുള്ളവർ ഈ പറയുന്ന ദൈവസ്ഥാനം വഹിക്കുന്നവർ അകത്താവാനുള്ള സാധ്യതകളുണ്ടല്ലോ. ഇനി എന്തായിരിക്കും ഈ നിയമപരമായിട്ട് ഇ ഡി ചെയ്യുക? ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ പ്രധാനമായും അവിടുത്തെ ചെമ്പ് പാളികൾ എന്ന് എഴുതി കള്ളരേഖയുണ്ടാക്കി ദേവസ്വത്തിൻ്റെ രേഖയിൽ കൃത്രിമത്വം നടത്തി സ്വർണ്ണപ്പാളികൾ കടത്തിക്കൊണ്ട് പോയി അതിൽ നിന്ന് ചെമ്പിൽ നിന്ന് സ്വർണം വേർതിരിച്ചെടുത്ത് അത് പണമാക്കി അതല്ലെങ്കിൽ സ്വർണമാക്കി തന്നെ കൈവശപ്പെടുത്തി അത് ദുരുപയോഗം ചെയ്ത് പണമാക്കി എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ വലിയ അഴിമതി, വലിയ കെടുകാര്യസ്ഥത ദേവസ്വത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ അതിൻ്റെ രജിസ്റ്റർ സൂക്ഷിക്കുന്നതിൻ്റെ കാര്യത്തിൽ, രേഖകൾ കൃത്യമായി പരിപാലിക്കുന്നതിൻ്റെ കാര്യത്തിൽ, അത് പൂർണ്ണമായും രേഖകളാക്കി സൂക്ഷിക്കുന്നതിൻ്റെ കാര്യത്തിലൊക്കെ ദേവസ്വം ബോർഡിൽ ഉണ്ടായിട്ടുള്ള അലംഭാവം, ആ അലംഭാവം പോലെ തന്നെയാണ് ഇത് എടുത്തുകൊണ്ട് പോയതിന് ശേഷം. അതായത് നമുക്കെല്ലാം അറിയുന്നത് പോലെ തന്നെ ഈ സ്വർണ്ണപ്പാളികൾ എടുത്തുകൊണ്ട് പോയി എന്ന് പറയുന്നതും അത് ചെന്നൈയിലേക്ക് കടത്തിക്കൊണ്ടുപോയി എന്ന് പറയുന്നതൊക്കെ അതിൻ്റെ കേടുപാടുകൾ തീർക്കാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അങ്ങനെ കേടുപാടുകൾ തീർക്കാൻ കൊണ്ടുപോയ സ്വർണ്ണപ്പാളികളിൽ നിന്ന് സ്വർണം വേർതിരിച്ച് കൈവശപ്പെടുത്തുക അത് ചെറിയ കുറ്റമല്ല. എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ ഒരു പൊതുസ്വത്ത്, വിശ്വാസത്തിൻ്റെ ഭാഗമായി നിലനിൽക്കുന്ന ശബരിമല പോലെയുള്ള ഒരു വലിയ ക്ഷേത്രത്തിൻ്റെ, മഹാക്ഷേത്രത്തിൻ്റെ ഈ തരത്തിലുള്ള സ്വത്ത് കൈവശപ്പെടുത്താൻ ഒരു വിഭാഗം അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾ ചേർന്നുകൊണ്ട് ആസൂത്രണം നടത്തി എന്നുള്ളതാണ്. അത് ആസൂത്രണം നടത്തിയ പെരീഡൊക്കെ നമ്മൾ എത്രയോ തവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. കൊറോണയുടെ കാലഘട്ടവും കൊറോണയുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാജ്യവും ലോകവും അടഞ്ഞു കിടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇതിൻ്റെ പ്ലാനിങ് നടക്കുന്നതും. അതുപോലെ തന്നെ പ്രളയ കാലഘട്ടം, ഈ രണ്ട് കാലഘട്ടവും കൂടി ചേർന്നിട്ടാണ് 3-4 വർഷക്കാലത്തെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രക്ഷോഭങ്ങൾ. ഈ സാഹചര്യങ്ങളെല്ലാം ഒരുമിച്ച് വന്നപ്പോൾ ഈ കള്ളന്മാരെല്ലാം ചേർന്നുകൊണ്ട് ഇതിന് വലിയ പ്ലാനിങ് നടത്തി എന്നുള്ളതാണ്. ഇപ്പോൾ സ്വർണ്ണ വേർതിരിച്ചെടുത്ത് അത് പണമാക്കി മാറ്റാൻ വേണ്ടി നടത്തിയിട്ടുള്ള ശ്രമം അതിപ്പോൾ SIT ഒരു പരിധിവരെ അന്വേഷിച്ചിരിക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് SIT രൂപീകരിച്ചിട്ടുള്ളത്. അപ്പോൾ സർക്കാരിന് വലിയ പങ്കുണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി നേരിട്ട് ആ കേസ് മോണിറ്റർ ചെയ്യുന്ന ഒരു സാഹചര്യമുള്ളത് കൊണ്ട് ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിലുള്ള ഒരു സംവിധാനത്തിൽ യാതൊരു തരത്തിലുള്ള ഇടപെടലും ഉണ്ടാവില്ല എന്ന് സാധാരണക്കാരായിട്ടുള്ളവർ മാത്രമല്ല എല്ലാ വിഭാഗം ആളുകളും അങ്ങനെ വിശ്വസിച്ചു. പക്ഷെ കഴിഞ്ഞ ദിവസം ജാമ്യ ഹർജി തള്ളിക്കൊണ്ട് സിംഗിൾ ബെഞ്ച് നടത്തിയിട്ടുള്ള നിരീക്ഷണങ്ങൾ സത്യത്തിൽ കേരളത്തിലെ പോലീസ് സംവിധാനത്തെയും സർക്കാർ സംവിധാനത്തെയും പ്രതിക്കൂട്ടിലാക്കുന്നതാണ്. എന്തുകൊണ്ട് നിങ്ങൾ മുകളിലേക്കുള്ള ഉന്നതരിലേക്ക് അന്വേഷണം കൊണ്ടുപോകുന്നില്ല എന്ന് SITയോട് ചോദിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി എന്ന് പറഞ്ഞാൽ അതിൽ പേരെടുത്ത് പറഞ്ഞിരിക്കുന്നു. ദേവസ്വം ബോർഡ് അംഗങ്ങളെ സംബന്ധിച്ചാണെങ്കിലും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചാണെങ്കിലും പേരെടുത്ത് ബഹുമാനപ്പെട്ട കോടതി പറയുകയാണ്. അവരുടെ അങ്ങനെ പേരെടുത്ത് പറയുന്ന ഒരു സാഹചര്യം, ഇപ്പോൾ ശങ്കർദാസിൻ്റെ ഒക്കെ പേരെടുത്ത് പറയുകയാണ്. KP ശങ്കർദാസിന് എന്തുകൊണ്ട് നിങ്ങൾ ചോദ്യം ചെയ്യുന്നില്ല അല്ലെങ്കിൽ ആ സിസ്റ്റത്തിലേക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു ഇതിൽ കൃത്രിമത്വം നടത്തിയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ഇത് തട്ടിപ്പ് നടത്തിയിട്ടുള്ള ആളുകൾ, ഈ വലിയ വെട്ടിപ്പിന് നേതൃത്വം കൊടുത്തിട്ടുള്ള ആളുകളൊക്കെ തന്നെ ഇപ്പോഴും കാണാമറയെത്തിയിരിക്കുകയാണ്. അവരെല്ലാം സംരക്ഷിക്കപ്പെടുകയാണ്. അവരെല്ലാം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അവരുടെ എല്ലാം മുഖം മൂടി പുറത്തു വരാതിരിക്കാൻ അവരെല്ലാം സംരക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ബഹുമാനപ്പെട്ട കോടതിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് നടത്തുന്നതെങ്കിലും കൃത്യമായി പറഞ്ഞാൽ അതിൽ ഒരു വലിയ ഇടപെടലുണ്ടോ എന്ന് കോടതി ഇപ്പോൾ സംശയം പ്രകടിപ്പിക്കുന്നു. SITയെ നിയമിച്ച ബെഞ്ചല്ല ഈ സംശയം പ്രകടിപ്പിക്കുന്നത്, അത് മറ്റൊരു ബെഞ്ചാണ്. അപ്പോൾ സ്വാഭാവികമായും ബെയിൽ ആപ്ലിക്കേഷൻ്റെ മുന്നിൽ ഹാജരാക്കപ്പെടുന്ന രേഖകൾ അതല്ലെങ്കിൽ ആ കോടതിക്ക് മുൻപിലേക്ക് വരുന്ന രേഖകൾ പരിശോധിക്കുമ്പോൾ കോടതിക്ക് ബോധ്യപ്പെടുന്നത് ഇതിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ഒരു വലിയ ഇടപെടലിന് വിധേയമായി കൃത്യമായ പ്രതികളിലേക്ക് എത്തുന്നതിൽ നിന്ന് പിന്നോക്കം പോകുന്നു എന്നുള്ളതാണ്. ഇത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. അത് ബഹുമാനപ്പെട്ട കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് പരിശോധിക്കപ്പെടേണ്ടതോ അതല്ലെങ്കിൽ ഇനി വരും ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൂടുതൽ അന്വേഷണമോ അല്ലെങ്കിൽ കോടതിയുടെ ഇടപെടലുകളോ ഉണ്ടാകേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അതിലേക്ക് ലീഡ് വരുന്നതാണല്ലോ ഒരു പ്രധാനപ്പെട്ട ചർച്ച പിന്നീട് ഉണ്ടായത്. ഇപ്പോൾ ഇടതുപക്ഷ നേതാക്കന്മാരും ഇടതുപക്ഷ സഹയാത്രികരും സർക്കാരുമായി ബന്ധപ്പെട്ടവരുമൊക്കെ കേന്ദ്ര അന്വേഷണ ഏജൻസി വരുന്നതോടുകൂടി ഇത് തങ്ങളെ വേട്ടയാടാനാണ്. വേട്ടയാടുന്നത് ED അല്ലല്ലോ, വേട്ടയാടുന്നത് ബഹുമാനപ്പെട്ട കോടതി നിയോഗിച്ചിട്ടുള്ള സമിതി, അന്വേഷണ സമിതി അത് പരിശോധിച്ച്
പ്രതികളായിട്ടുള്ളവരെ ഒന്നൊന്നായി അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ കാലതാമസം ഉണ്ടാകുന്നു എന്നാണ് കോടതി ചൂണ്ടിക്കാണിക്കുന്നത്. നിങ്ങളതിലേക്ക് എത്തുന്നതിൽ കാലതാമസം ഉണ്ടാകുന്നു. ED എപ്പോഴാണ് വരുന്നത്? ED വരുന്നത് ഇതിലെ പണമെടുത്ത് അനധികൃതമായി വിദേശത്തേക്ക് കടത്തുകയോ അതല്ലെങ്കിൽ ഈ പണത്തിന് വിദേശ ബന്ധം ഫെമ ആക്ട് അട്രാക്റ്റ് ചെയ്യുന്ന തരത്തിൽ ബന്ധിപ്പിക്കാൻ കഴിയുന്ന തരത്തിൽ ഇടപെടലുകൾ ഉണ്ടാവുക അല്ലെങ്കിൽ സാമ്പത്തിക ഇടപെടലുകൾ ഉണ്ടാവുക എന്ന് വരുമ്പോഴാണ്. ഇതിപ്പോൾ EDക്ക് ഏതാണ്ട് ബോധ്യപ്പെട്ടിരിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അന്വേഷണത്തിൻ്റെ മറ്റൊരു ഘട്ടത്തിൽ കോൺഗ്രസിൻ്റെ സമ്മന്നതനായിട്ടുള്ള നേതാക്കൾ ശ്രീ രമേശ് ചെന്നിത്തല അടക്കം മൊഴി കൊടുത്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് വിദേശ ബന്ധമുള്ള ചില ആളുകളും അതുപോലെ തന്നെ വിദേശ ബന്ധമുള്ള ചില വ്യവസായികളുമൊക്കെ ഇതിൻ്റെ സ്വർണം കൊടുക്കലിലോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൊടുക്കൽ വാങ്ങലുകളിലോ ഒക്കെ അവർ ഇതിൻ്റെ ഭാഗമായി നിലനിൽക്കുന്നുണ്ട് എന്ന് മൊഴി കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നു. അത് മൊഴി കൊടുത്തത് എത്രത്തോളമുണ്ട് എന്നുള്ളതൊന്നും നമുക്കിപ്പോൾ പുറത്തറിയില്ല. പക്ഷേ എങ്കിൽ പോലും പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് ആ തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നു. സ്വാഭാവികമായി EDയെ സംബന്ധിച്ച് കള്ളപ്പണം ഇടപാട് നടന്നിട്ടുണ്ടോ, അതല്ലെങ്കിൽ ഫെമ വയലേഷൻസ് ഉണ്ടായിട്ടുണ്ടോ, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിദേശ നാണയ ചട്ടത്തിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള വിനിമയം നടന്നിട്ടുണ്ടോ, അത് ലംഘിക്കപ്പെട്ടിട്ടുണ്ടോ, ഇതെല്ലാം ED പരിശോധിക്കും. സുഭാഷ് കപൂറിൻ്റെ പേര് വരെ കോടതി പറഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായും സുഭാഷ് കപൂറിൻ്റെ പേര് നേരത്തെ കോടതി ഇതിൻ്റെ തുടക്കഘട്ടത്തിൽ തന്നെ സൂചിപ്പിച്ചതാണ്. എന്തുകൊണ്ട് നിങ്ങളങ്ങനെ ആ പേരുകൾ പറയുന്ന സാഹചര്യത്തിലേക്ക് എത്തി എന്നുള്ളത് കോടതി തന്നെ ആദ്യം സൂചിപ്പിച്ചിട്ടുണ്ട്. അതിനെ തുടർന്നാണല്ലോ SIT രൂപീകരിക്കപ്പെടുന്നത്. SIT രൂപീകരിക്കപ്പെടുന്നത് തന്നെ ഈ സുഭാഷ് കപൂർ അടക്കമുള്ള ആളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരങ്ങൾ കോടതിക്ക് ലഭ്യമായതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ സ്വാഭാവികമായും കേരളത്തിനകത്ത് ഒരു ക്ഷേത്രത്തിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന ഒരു കള്ളത്തരം അല്ലെങ്കിൽ ഒരു പണമിടപാട് അതല്ലെങ്കിൽ ഒരു സ്വർണ്ണക്കൊള്ള എന്നുള്ളതിനേക്കാളൊക്കെ അപ്പുറത്തേക്ക് ഇതിനൊരു അന്താരാഷ്ട്ര മാനം വന്നിരിക്കുന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും നമ്മുടെ രാജ്യത്തെ വിശ്വാസത്തെയും നമ്മുടെ രാജ്യത്തെ നിലനിൽപ്പിനെയും ഒക്കെ ബാധിക്കുന്ന വിശ്വാസത്തെ ഹനിക്കുക, സാമ്പത്തിക ഇടപാടുകളിലേക്ക് വിരൽ ചൂണ്ടുന്ന സാഹചര്യങ്ങളിലേക്ക് പോവുക, അതിൽ കൃത്രിമത്വം കാണിക്കുക, രേഖകൾ കൃത്രിമമായി ഉണ്ടാക്കുക, ഈ തരത്തിൽ തുടങ്ങി ഒരു ക്ഷേത്രത്തെ തകർക്കാൻ ഇവിടെ രണ്ട് സാഹചര്യങ്ങളാണ്. ഒന്ന്, ക്ഷേത്രത്തിൻ്റെ വരുമാനത്തെയും ക്ഷേത്രത്തിൻ്റെ വിശ്വാസത്തെയും ക്ഷേത്രത്തിൻ്റെ ആചാരത്തെയും എല്ലാം തകർക്കുക. രണ്ടാമത്തത്, അതിൽ നിന്ന് സാമ്പത്തിക ലാഭം ഉണ്ടാക്കുക. ഇവിടെ രണ്ടും നടന്നിരിക്കുന്നു. സാധാരണ നിലക്ക് രാഷ്ട്രീയപരമായ ലക്ഷ്യം മാത്രമാണെങ്കിൽ ഏതെങ്കിലും ഒന്നേ ചെയ്യും, വിശ്വാസത്തെ തകർക്കുക. ആ വിശ്വാസത്തെ തകർക്കാനുള്ള നടപടി സർക്കാർ നേരത്തെ തന്നെ നേരിട്ട് നടത്തിയിട്ടുണ്ട്. വിശ്വാസ സംരക്ഷണം എന്നുള്ളതിൻ്റെ പേരിൽ മുഴുവൻ ആളുകളും രാജ്യത്ത് അയ്യപ്പ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നപ്പോൾ അതിനെതിരെ മതിൽ പണിയുകയും അതിനെതിരെ വലിയ തരത്തിലുള്ള പ്രചരണം നടത്തുകയും സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാർ തലത്തിൽ തന്നെ ഔദ്യോഗികമായി നേതൃത്വം കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് വിശ്വാസത്തെ തകർക്കാൻ വേണ്ടി നടത്തിയ ശ്രമമാണ്. വിശ്വാസത്തെ തകർക്കുന്നതോടൊപ്പം ആ ക്ഷേത്രത്തിൻ്റെ സ്വത്ത് കൂടി കൊള്ളയടിക്കാൻ വേണ്ടി ശ്രമം നടത്തുക എന്നുള്ളതാണ്. ആ ശ്രമം നടത്തിയിട്ടുള്ളത് ഒന്നോ രണ്ടോ ആളുകളല്ല. ആ ശ്രമം നടത്താൻ കേവലം ഒരു ബോർഡിനോ ബോർഡിൻ്റെ നേതൃത്വത്തിനോ ബോർഡിൻ്റെ പ്രസിഡൻറ്റിനോ ബോർഡിൻ്റെ അംഗങ്ങൾക്കും മാത്രം കഴിയുന്നതല്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അത് ചെയ്യുമ്പോൾ സ്വാഭാവികമായും പോലീസുണ്ട്, വിജിലൻസ് ഉണ്ട്, ദേവസ്വത്തിൻ്റെ തന്നെ അന്വേഷണ സമിതികളുണ്ട്, രേഖകൾ സൂക്ഷിക്കുന്ന സംവിധാനമുണ്ട്, സർക്കാർ നിയന്ത്രണത്തിലുള്ള നിരവധി ഡിപ്പാർട്ട്മെൻറ്റുകൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ എന്ത് ചെയ്യണമെങ്കിലും എന്ത് നടത്തണമെങ്കിലും അതിൽ ഒരു ബോർഡിൻ്റെ പ്രസിഡൻറ്റിനോ ബോർഡിൻ്റെ കേവലം അംഗങ്ങൾക്കോ മാത്രമായി ചെയ്യാൻ കഴിയില്ല. അത് ഗവൺമെൻറ്റിൻ്റെ കൂടി കൃത്യമായിട്ടുള്ള ഒത്താശയും ഗവൺമെൻറ്റിൻ്റെ കൃത്യമായിട്ടുള്ള സംരക്ഷണവുമില്ലെങ്കിൽ ഈ പ്രതികളെ സംബന്ധിച്ചോ ബോർഡിനെ തന്നെ സംബന്ധിച്ച്, ഇപ്പോൾ ബോർഡിൽ ആരാ നിയമിക്കപ്പെടുന്നത്? സർക്കാരിന് താല്പര്യമുള്ള ആളുകളാണ് നിയമിക്കപ്പെടുന്നത്. അപ്പോൾ സർക്കാരിന് താല്പര്യമുള്ള ആളുകളെ നിയമിച്ചുകൊണ്ട് ആ പ്രോസസ്സിലേക്ക് പോകുമ്പോൾ, ഈ കള്ളത്തരത്തിലേക്ക് പോകുമ്പോൾ സർക്കാരിൻ്റെ കൂടി പിന്തുണയില്ലാതെ, മന്ത്രിമാരുടെ പിന്തുണയില്ലാതെ, ഗവൺമെൻറ്റിനെ നിയന്ത്രിക്കുന്നവരുടെ സംരക്ഷണമില്ലാതെ, പിന്തുണ മാത്രമല്ല പൂർണ്ണമായ സംരക്ഷണം ഉണ്ടാവണം. ഇല്ലെങ്കിൽ ഒരു ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള സംരക്ഷണത്തിൻ്റെ കുറവുണ്ടായി എന്നിരിക്കട്ടെ, ഇത് ചെയ്യാൻ വേണ്ടി കഴിയില്ല, സ്വാഭാവികമായും പുറത്തു വരും. അപ്പോൾ ഇവിടെ അതല്ല, ഇത് സർക്കാരിൻ്റെ എല്ലാ മെഷീനറിയും ഇതിനെ പൂർണ്ണമായും സപ്പോർട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് പുറത്തു വരുന്ന സാഹചര്യം ഉണ്ടാകുന്നത് അവരെ സംബന്ധിച്ച് വലിയ രാഷ്ട്രീയപരമായ പിന്നോക്കം പോക്കും ഒപ്പം തന്നെ വിശ്വാസപരമായിട്ടുള്ള വഞ്ചനയുമാണ് എന്നുള്ളതാണ്. സർക്കാർ ധരിച്ചത് ഇതൊരിക്കലും പുറത്തു വരില്ല, ഇതാരും അറിയില്ല, കാരണം ഇതാരും തൊട്ടു നോക്കാൻ പോകുന്നില്ലല്ലോ. ഇപ്പോൾ സ്വർണ്ണപ്പാളികൾ അവിടെ നിൽക്കുന്നത് ഏതാണ്ട് സമാനമായിട്ടുള്ളൊരു കളറിൽ അവിടെ നിന്നാൽ ഇതാരാ തൊട്ടു നോക്കാൻ പോകുന്നത്? ഇതാരാ അറിയാൻ പോകുന്നത്? ആരും അറിയാൻ പോകുന്നില്ല. അപ്പോൾ സ്വാഭാവികമായും നമ്മൾ ഇന്ന് കണ്ണുകൊണ്ട് കാണുന്ന ആ ശില്പങ്ങളെ സംബന്ധിച്ചാണെങ്കിലും അവിടുത്തെ മറ്റ് സ്വർണം പൂശിയിട്ടുള്ള വസ്തുക്കളാണെങ്കിലും ഒക്കെ നമ്മൾ കാണുന്നു,
മഞ്ഞ നിറത്തിൽ കാണുന്നു, സ്വർണ്ണമാണെന്നും വിശ്വസിക്കുന്നു, നമ്മൾ പോകുന്നു. വിശ്വാസികളെ സംബന്ധിച്ച് അങ്ങനെയാണല്ലോ. അപ്പം അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഇത്രയും വലിയ കൊള്ള ആസൂത്രിതമായി നടത്തിയിട്ട് അതിൽ ED സ്വാഭാവികമായ ഒരു നടപടിയുമായി വരുമ്പോൾ ഇതിൽ ചെറിയ തരത്തിലല്ല അതിനെ ബാധിക്കുക. ഒന്ന്, അവിടുത്തെ കണക്കുകൾ സർക്കാരിന് അവിടെ ബോധിപ്പിക്കേണ്ടി വരുന്ന ഇതെല്ലാമാണ്. ഒന്ന്, ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കണക്കുകൾ, ദേവസ്വത്തിൻ്റെ കണക്കുകൾ, ദേവസ്വത്തിൽ നടന്നിട്ടുള്ള വെട്ടിപ്പുകൾ, മരാമത്തിൽ നടന്നിട്ടുള്ള വെട്ടിപ്പുകൾ, ദേവസ്വവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പണം കൊണ്ടുവരുന്നതുമായിട്ടുള്ള നടപടികൾ, ഈ തരത്തിൽ തുടങ്ങി ദേവസ്വത്തിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നടന്നിട്ടുള്ള മുഴുവൻ സാമ്പത്തിക ഇടപാടുകളും അഴിമതിയും കെടുകാര്യസ്ഥതയും അതിലുണ്ടായിട്ടുള്ള നടപടികളും ഇതെല്ലാം ഒരു പക്ഷേ EDയുടെ അന്വേഷണത്തിൻ്റെ ഭാഗമായി പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. മുഖ്യമന്ത്രിയിലേക്ക് എത്തണം. മുമ്പത്തെ പല കേസുകളിൽ കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ച പല കേസുകളിലും അത്രത്തോളം അങ്ങ് അടുത്തെത്തിയിട്ടില്ല. അതിന് പ്രധാനപ്പെട്ട ഒരു വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ നാഷണൽ ഹെറാൾഡ് കേസ് എത്ര വർഷമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ചില സാമ്പത്തിക ഇടപാടുകൾ, കേസുകൾ അല്ലെങ്കിൽ അതിൻ്റെ നടപടികൾ ഒരു ദിവസം കൊണ്ട് നമുക്കതിൻ്റെ തെളിവുകൾ ലഭിക്കുക, അന്വേഷണ ഏജൻസിക്ക് അത് പൂർത്തിയാക്കാൻ കഴിയുക, അത് നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ വലിയ വ്യാപ്തിയിൽ ആസൂത്രണം ചെയ്ത് നടത്തിയിട്ടുള്ളതായിരിക്കും. അപ്പോൾ അതിൻ്റെ തെളിവുകൾ ലഭിക്കുക, അത് പൂർണ്ണമായും അതിന് വേണ്ടിയിട്ടുള്ള നടപടിയിലേക്ക് പോവുക എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ഒരു വലിയ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളുകളുടെ ഓഫീസുകളെ സംബന്ധിച്ച് അതിലൊരു ഗോപ്യമായി നടക്കുന്ന ഒരു പ്രോസസ്സുണ്ട്. അത് പുറത്ത് വരിക എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ 1 മാസം കൊണ്ടോ 2 മാസം കൊണ്ടോ ചിലപ്പോൾ 1 വർഷം കൊണ്ടോ 2 വർഷം കൊണ്ടോ നടക്കുന്നതല്ല. ഇപ്പം നാഷണൽ ഹെറാൾഡ് കേസിൽ തന്നെ എത്ര വർഷമായി അന്വേഷണം നടത്തിയിട്ടും അതിൻ്റെ കുറ്റപത്രം കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അത് പൂർണ്ണമല്ല എന്ന് പറയുന്ന സാഹചര്യമുണ്ടായി. അതിൻ്റെ കാരണം ഇത്രയും വലിയ അഴിമതിയും ഇത്രയും വലിയ തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ നടത്തുമ്പോൾ അതിന് എത്രയോ കാലത്ത് ആസൂത്രണം ഉണ്ടാകും. രേഖകൾ കൃത്രിമമാക്കാൻ, രേഖകൾ മാറ്റിവെക്കാൻ, രേഖകൾ നശിപ്പിച്ച് കളയാൻ, ഇതെല്ലാം വീണ്ടെടുക്കുക അല്ലെങ്കിൽ ഇതെല്ലാം ഒരു കോടതിയുടെ മുൻപിലേക്ക് വന്ന് വിശ്വാസയോഗ്യമായി അവതരിപ്പിക്കാൻ കൊണ്ടുവരാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ മാത്രമേ ആ തരത്തിലുള്ള സ്ഥാനങ്ങളിലിരിക്കുന്നവരെ പ്രതി ചേർക്കാനോ കൊണ്ടുവരാനോ കഴിയൂ. ഇവിടെ ഗവൺമെൻറ്റിൻ്റെ ഒത്താശയില്ലെങ്കിൽ, അത് മുഖ്യമന്ത്രിയാണോ, ദേവസ്വം മന്ത്രിയാണോ, മറ്റേതെങ്കിലും മന്ത്രിയാണോ, ഗതാഗത വകുപ്പ് മന്ത്രിയാണോ, ഇനി ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണോ, ശബരിമലയുമായി ബന്ധപ്പെട്ട് എത്രയോ വകുപ്പുകൾ പ്രവർത്തിക്കുന്നു. ജലസേചന വകുപ്പ് മുതൽ വിദ്യുശക്തി വകുപ്പ് മുതൽ എത്രയോ വകുപ്പുകളുടെ കോർഡിനേഷനാണ് ശബരിമല എന്ന് പറയുന്ന ക്ഷേത്രത്തിൻ്റെ നടത്തിപ്പ്, PWD അടക്കം. അപ്പോൾ ഇവിടെയെല്ലാം നടക്കുന്ന ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൃത്രിമങ്ങളും അഴിമതിയും വെട്ടിപ്പും ഒക്കെ അത് ഒരു മന്ത്രിയിലേക്ക് മാത്രമാവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. എത്രയോ മന്ത്രിമാരിലേക്ക് എത്താൻ സാധ്യതയുള്ളതാണ്. അത് പരിശോധിക്കപ്പെടേണ്ടതാണ്. അത് ED അന്വേഷണത്തിൽ അതിൻ്റെ പല ഘടകങ്ങളും തെളിഞ്ഞു വരും എന്നുള്ളതാണ് സ്വാഭാവികമായും കാണേണ്ടത്.